നമസ്കാരം. ഈ ശ്വാസോഘോഷം സംബന്ധമായിട്ടുള്ള കുറേ എക്സസൈസ്, ശ്വാസം സംബന്ധമായിട്ടുള്ള എക്സസൈസ് ഉണ്ട്. ചിലവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൈയും കാലും ഒക്കെ അനക്കിക്കൊണ്ട് തന്നെ ഒരു എക്സസൈസ് മോഡിൽ ചെയ്യും. അപ്പം ഇത് രണ്ടും ചെയ്യുന്നതാണോ, അതോ ചിലവർ ഇത് മാത്രമേ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞ ആ ഒരു ശ്വാസ സംബന്ധമായ എക്സസൈസ് മാത്രമേ ചെയ്യുള്ളൂ? അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിനെ വേർതിരിക്കുന്നത്? എന്താണ് ഇങ്ങനെ അത് മാത്രം പഠിക്കാൻ ആളുകൾ വരാറുണ്ട്? ഒരു മെഡിറ്റേഷനാണ് യോഗയേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ക്ഷമ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, അവർ കൂടുതൽ എക്സസൈസ് ബേസ്ഡ് അല്ലേ. അപ്പം അങ്ങനെ വേർതിരിക്കാറുണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി എങ്ങനെയാണ് അത് സാറിനെ? ഒരു സ്റ്റെപ്പാണ് ശരിക്കും. ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മളെ ഈ ലോകത്തിൽ, ഇപ്പോൾ കറണ്ടായിട്ടുള്ള ലോകത്തിൽ നമ്മൾ ഈശ്വരീയായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ എനിക്കോ നിങ്ങൾക്കൊന്നും പറയാനില്ല. അവിടെ റിലീജിയൻ്റെ ഒരു പ്രശ്നം വരും അല്ലേ, ഈശ്വരൻ എന്ന് പറയുന്ന സംഗതി അങ്ങനെ വരിക. അപ്പോൾ ഈശ്വരൻ ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഈശ്വരൻ ഉള്ള ഒരു സാധനം ഈ എയറിൽ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് യോഗേൻ്റെ ബേസ്. ഈ എയറാണുള്ള ഈശ്വരൻ്റെ സാന്നിധ്യങ്ങളിലേക്ക് അറിയുന്നത്, ഈശ്വരങ്ങളിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്, സെക്കൻഡുകൾ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എയറിന് തന്നെ പ്രാധാന്യമുള്ളത്. പിന്നെ ലങ്സിനെ പറ്റി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ലങ്സിനെ പറ്റി മനസ്സിലാക്കുന്ന കോവിഡ് വന്നതിന് ശേഷമല്ലേ. അതിൻ്റെ മുമ്പ് ലങ്സ് ഉണ്ടോ നമുക്ക് അറിയില്ല അല്ലേ. പിന്നെ പുകവലിൻ്റെ പരസ്യം, സിഗരറ്റിൻ്റെ പരസ്യത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാക്കുക. അത് ചില ഓഫീസിലൊക്കെ എഴുതിയിട്ടുണ്ടാകും ലങ്സ് അറ്റ് വർക്ക് എന്നാണ്. അല്ലാതെ നമ്മൾ അറിയുന്നില്ല. അപ്പം ലങ്സ് ശരിക്ക് പേശികളില്ലാത്തൊരു അവയവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിന് പേശികളൊന്നുമില്ല, അത് വാരിയലിൻ്റെ ഡയഫ്രത്തിൻ്റെ സഹായത്തോടെ വർക്ക് ചെയ്യുക. അപ്പോൾ ലങ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യായാമം ഉണ്ടെങ്കിൽ അത് യോഗ മാത്രമേ ഉള്ളൂ. ബേസിക്കായിട്ട് ബ്രീത്തിങ്ങിന് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാനും നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ശ്വാസം എടുക്കുന്നതിനോടാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അല്ലേ. ഇല്ല, ഞാൻ ശ്വാസം എടുത്തതിനെ കൊണ്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുള്ളത്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കില്ലേ, ഞാൻ മരിച്ചാൽ ഞങ്ങൾ എൻ്റെ അടുത്ത് ഇരിക്കില്ല, നിങ്ങൾ ഫിയറായി അല്ലേ. അപ്പോൾ നമ്മളെ ഫിയർ ഇല്ലാണ്ട് നിലനിർത്തുന്നത് ഞാൻ ശ്വസിക്കുന്നതിനെ കൊണ്ട്, നിങ്ങളും ശ്വസിക്കുന്നത്. അപ്പോൾ ശ്വാസമാണ് ഈശ്വരീയമായിട്ടുള്ളൊരു സാധനം. രണ്ടാമത്തത് വെള്ളമാണ്, മൂന്നാമത് ഭക്ഷണം. അപ്പോൾ ആളുകളെ സങ്കല്പത്തിൽ എപ്പോഴും ശ്വാസത്തിനെ പറ്റി ആൾക്ക് ബോധമൊന്നുമില്ല. വെള്ളത്തിനെ പറ്റി പിന്നെയുണ്ട്, ഭക്ഷണത്തിനെ പറ്റിയാണ് പൂർണ്ണമായിട്ടുള്ള ബോധമുള്ളത്. ഭക്ഷണം. അപ്പോൾ ഈ ശ്വാസം തന്നെയാണ് പ്രധാനം. പ്രാണൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്ന ജീവവായു എന്നൊക്കെ പറയുന്നില്ല, അതിന് പ്രധാനം. അത് ശരിക്കും നല്ല രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് യോഗേൻ്റെ സന്ദേശം. അപ്പോൾ അത് നല്ല നിലക്ക് വരണമെങ്കിൽ നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതാണ് ഒരു യോഗേൻ്റെ ഗുണം. അയാൾ പ്രകൃതിയിലേക്ക് വരും. അപ്പോൾ അയാൾക്ക് മരങ്ങൾ ഇഷ്ടമായിരിക്കും, പ്രകൃതിയായിട്ട് ബന്ധമുണ്ട് അയാൾക്ക്. ആ ഒരു ബന്ധത്തിലേക്ക് വരികയാണ് അയാൾ. ആ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്, മറ്റേ കോൺക്രീറ്റിലേക്ക് കയറുന്നു. അതാണ് വ്യത്യാസം. അതുകൊണ്ട് യോഗ യൂണിവേഴ്സലാണ്. പിന്നെ യോഗ സ്പിരിച്വലാണ്. മറ്റൊക്കെ റിലീജിയസ് പ്രാക്ടീസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്. യോഗ സ്പിരിച്വലാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ശ്വാസം എൻ്റെ ഉള്ളിലുള്ള ഒന്നാണ്, ബ്ലഡ് ഒന്നാണ്. നമ്മൾ തമ്മിൽ വ്യത്യാസം വേ ഓഫ് തിങ്കിങ് മാത്രമുള്ളൂ. ഞാനും നിങ്ങൾ തമ്മിൽ വ്യത്യാസം അത്രേ ഉള്ളൂ. പിന്നെയുള്ള വ്യത്യാസം കറുപ്പും വെളുപ്പാണ്. ഇതൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. യോഗയുടെ സന്ദേശം അതാണ് ശരിക്കും. യൂണിവേഴ്സലായിട്ടുള്ളൊരു സത്യമുണ്ട്, നമ്മൾ ശ്വസിക്കുക, ശ്വാസം എടുക്കണം, ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ശ്വാസം നിലനിൽക്കണം, ഈ ഭൂമി നിലനിൽക്കണം. ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ സസ്യങ്ങൾ നിൽക്കണം, മൃഗങ്ങൾ നിൽക്കണം, എല്ലാം നിൽക്കണം. അപ്പോൾ ഞാൻ ഒറ്റക്കല്ല ഈ ഭൂമിയിൽ. അതുകൊണ്ടാണ് കോവിഡിൻ്റെ സമയത്ത് ഈ പ്രകൃതി രമണീയമായി, പ്രകൃതിയും സൗന്ദര്യം കൂടി അല്ലേ. മൃഗങ്ങളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങാൻ തുടങ്ങി, പുറത്തൊക്കെ ഇറങ്ങി. നല്ല അതുപോലെ മരങ്ങളും ചെടികളൊക്കെ നല്ല രീതിയിലായി. കോവിഡ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പഴയതിലേക്ക് പോയി നമ്മൾ വിചാരിച്ച് കോവിഡിന് ശേഷം ആൾക്കാർ നന്നാവും. ആൾക്കാർ നന്നായിട്ടൊന്നുമില്ല, ആൾക്കാർ ഒന്നും നന്നായില്ല. അതേമാതിരി തന്നെ പണ്ട് നമ്മൾ ഈ ബന്ധുക്കളെ വീട്ടിൽ, സുഹൃത്തുക്കളെ വീട്ടിൽ, കുടുംബങ്ങളെ വീട്ടിലൊക്കെ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ പേരിൽ പേടി വന്ന് ഇനിയിപ്പോൾ അവിടെ പനിയാണ് നമ്മൾ പോയി നോക്കില്ല. അപ്പോൾ ഓരും പറയും നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് പനി കിട്ടണ്ട. പണ്ടാണ് നമ്മൾ പോയി നോക്കും, അസുഖമാണ് നമ്മൾ പോയി നോക്കും. ഇപ്പോൾ നമ്മൾ പോയി നോക്കില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് എക്സ്ക്യൂസിനുള്ളൊരു ഇതും കൂടിയായി. നിങ്ങൾക്ക് അങ്ങനെ അതിനെക്കൂടി ഞാൻ വരാണ്ടെന്നാണ് പറയാം. അങ്ങനെ ഒരു ഇതും കൂടി കിട്ടി. അപ്പം മാറ്റമൊന്നും വന്നിട്ടില്ല, ആൾക്ക് മാറ്റമൊന്നും വന്നില്ല. യോഗ ശരിക്ക് കുട്ടികളെ പഠിപ്പിക്കണം, ശരിക്കും കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. യോഗ ഒരു യൂണിവേഴ്സലായൊരു സത്യം ഒരു കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ശ്വസിക്കണം എന്നുള്ളത്. കരിക്കുലം പോലെ ആക്കി കൊടുക്കണം. കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. ചെറിയ കുട്ടികൾ കഴിഞ്ഞ് കരിക്കുലർ സ്കൂളിലല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്നെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ശ്വസിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കണം. ശ്വാസം എന്ന് പറയുന്ന സംഗതി അത് ഈ എയർ ഇവിടെ നിലനിൽക്കുക, പൊല്യൂട്ടറാകാൻ പാടില്ല, ഈ എയർ നിലനിൽക്കണം. അതിൻ്റെ ഇതിൻ്റെ സന്ദേശം. അപ്പോൾ ലങ്സിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റിനുള്ള ചാൻസസ് വളരെ കുറഞ്ഞു വന്നു. അതാണല്ലോ വ്യത്യാസം. പിന്നെ ഈ എയർ എല്ലാ കോശങ്ങളിലും എത്തിയാൽ മാത്രമല്ല കോശങ്ങളിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് എത്തണമല്ലോ, ബ്ലഡ് കയറുന്നതിൽ എത്തണമല്ലോ.
അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നോക്കുന്ന സമയത്ത് breathing exercise ആ, വളരെ അത് വളരെ പ്രാധാന്യം. important പക്ഷെ ആളുകൾ അത് ആണെന്നുള്ളത്. ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ അവിടെ ബ്രീത്തിങ് പഠിപ്പിക്കുക. ഞാൻ ശിവാനന്ദ ആശ്രമത്തിൻ്റെ വക്താവാണല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു പോളിസി ഉണ്ട്. ഒന്ന് പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് പഠിപ്പിക്കുകയാണ്, പിന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസ്, ശരിയായിട്ടുള്ള വ്യായാമം, പിന്നെ പ്രോപ്പർ റിലാക്സേഷൻ, ശരിയായിട്ടുള്ള വിശ്രമം, പിന്നെ പ്രോപ്പർ ഡയറ്റ് എന്നാണ്, ശരിയായിട്ടുള്ള ഭക്ഷണം, വെജിറ്റേറിയനാണ് റെക്കമെൻഡ് ചെയ്യുക, പിന്നെ പോസിറ്റീവ് തിങ്കിങ്. അതാണ് ശരിക്കും മെഡിറ്റേഷൻ.